എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടുകൂടെ? അതുകൊണ്ട് ആ ഒരൊറ്റ ഇതിൽ മോളെ ഓർക്ക്, എന്നെ ഓർക്ക്, ഉമ്മാനെ ഓർക്ക്. എന്റെ ഉമ്മ എനിക്ക് ഇവിടെ വന്നപ്പോ ഇത് ഞാൻ എടുക്കാം. എനിക്ക് ആകെ ഉണ്ടായിരുന്നു കൂട്ടാം. മോളെ അത്രേ ഉള്ളു. അത്തായിക്കോ ഉമ്മായിക്കോ ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ എനിക്ക് എല്ലാരും ഉണ്ട്. ആരും ഒറ്റപ്പെടില്ല. മോളെ ഒറ്റപ്പെടത്തില്ല. മോളെ കൂടെ ഇത് ഒരു ഷോയാണ്. എനിക്കറിയാം മോനെ. ഞാൻ എങ്ങനെയുണ്ട് മോളെ ഉമ്മാക്കറിയാം. നമുക്ക് വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പൊന്നു മോള് നല്ല എനക്കൊന്നും ഗെയിം കളിക്കണം. എന്റെ സമാധാനം. ഇപ്പൊ ഞാൻ ഒറ്റപ്പെടുമ്പോ എനിക്കത് ഒറ്റപ്പെടുമ്പം ഉമ്മ ഉണ്ട്, അത്തമുണ്ട്, പൊന്നുണ്ട്, എല്ലാരും ഉണ്ട്. നിങ്ങൾ എനിക്ക് പുറത്തല്ലേ എല്ലാരും പുറത്തല്ലേ ഉള്ളത്? എല്ലാരും പുറത്തല്ലേ മോളെ? എല്ലാരും പുറത്ത് നിന്നില്ല. അതിൽ നമുക്ക് എപ്പോഴും മോളെ കൂടെ പ്രാർത്ഥനയുണ്ട്. മോളെ പ്രാർത്ഥന എപ്പോഴും മോളെ കൂടെ ഉണ്ട്. പിന്നെ എന്തിനു മോളെ വിഷമിക്കുന്നേ? മോളെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. അറിയാം മാമ, നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്കറിയാം. എനിക്കറിയാം. പക്ഷെ എനിക്കിവിടെ ഞാൻ പറയുന്ന ഉമ്മച്ചി മനസ്സിലാക്കണം. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞൊന്നും പറയട്ടെ. ഞാൻ പറയട്ടെ, എന്റെ ഉള്ളിലുള്ളത് ഞാൻ പറയട്ടെ. ഉള്ളിലുള്ളത് പറയാനുള്ള അല്ല, ഞാൻ പറയട്ടെ. 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ഉമ്മ എനിക്കിവിടെ ആകെയുള്ള ഇവിടെ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ കൈപിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. അത് ശരി. അതിപ്പോ പുറത്തു പോയി. ഇപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മ കൂടെ ഉണ്ട്, ഏത് കാര്യത്തിനും കൂടെ. ഇത് ഇടയ്ക്ക് സായി എന്റെ അടുത്ത് പറഞ്ഞു കേട്ടായിരുന്നു. എനിക്കിത് കേൾക്കുമ്പോ സായി പറഞ്ഞത് ചുമ്മാ നോക്ക്. എനിക്ക് സായിയെ വിശ്വാസമാണ്. കാരണം സായി എനിക്ക് മുമ്പ് അറിയാവുന്നതാ. അപ്പൊ സായി ഇവിടെ വന്നിട്ട് സായി എന്റെ അടുത്ത് പറയുക, നിന്റെ ഉമ്മ ഇന്റർവ്യൂ കൊടുത്ത്. അപ്പം ആ ഇന്റർവ്യൂ അപ്പൊ ഞാൻ ചോദിച്ചു ഇന്റർവ്യൂ എന്താ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് കാണുമ്പോ നെഗറ്റീവായിട്ടാ വരുന്നതൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, 13 വോയിസ് കൊടുത്തതൊക്കെ പറയുമ്പോ അമ്മ നോക്ക്. എനിക്ക് ആ ചെറുക്കന്റെ പേര് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ വരുന്നത് എന്റെ ഞാൻ ഇതിനകത്താ. നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതൊക്കെ പുറത്തുനിന്ന് കാണുന്നതൊക്കെയല്ല. പുറത്ത് നിങ്ങൾ നോക്കുമ്പോ ഇത് വീഡിയോ കാണുന്ന ഇവരത് ചെയ്യുന്നു. ഇതങ്ങനല്ല. ഇതെന്താ പറയാമോ, ഇത്ര ആൾക്കാരുടെ വീട്ടിൽ പിടിച്ചിട്ടേക്കോ ഒരു അതൊക്കെ ഞങ്ങൾക്കറിയാം. റിയാലിറ്റി ഷോ ആയത്. പക്ഷെ ഇത്രയും നാളുണ്ട് എന്റെ 10 ഇരട്ടി. ഇവിടെ സമാധാനം. ഇപ്പൊ എത്ര ദിവസമായെന്നറിയാവോ? 70 ദിവസം ആവാറായി. ഇന്ന് 69 ദിവസമായി. ഇനി അത് 30 ദിവസം അല്ലേ ഉള്ളു. മക്കള് ഇന്നാവും. പിന്നെ നോക്കിക്കോണം, നല്ല സ്ട്രോങ് ആയിട്ട് മക്കൾ കളിക്കണം. ഇല്ല മക്കളുടെ മക്കളെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. പുറത്തൊരു ജീവിതമുണ്ട് മോക്ക്. ഉമ്മ പറയുന്ന മോക്ക് കേട്ട് മനസ്സിലാക്കണം. പുറത്തൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് മക്കള് മക്കൾക്ക് എന്ത് വിഷമം വന്നാലാണ്ട് ഇതിൽ നോക്കി ഉമ്മായി വിളിക്കണം. ഉമ്മ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കണം. മനസ്സിലായ? ഉമ്മ പറയുന്ന മോക്ക് മനസ്സിലാവുന്നുണ്ടാ? അത് ഉമ്മ എപ്പോഴും മോളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മ മോളെ അടുത്ത് കിടപ്പുണ്ട്. മക്കൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടാ. എന്ത് വിഷമം വന്നാലും ഉമ്മാരോട് പറയണം. ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട്. 24 മണിക്കൂർ ഉമ്മ കണ്ടോണ്ടിരിക്കില്ല. എന്നാൽ പിന്നെ എന്ത് വിഷമം വന്നാലും ഉമ്മയോട് പറയണം. മക്കൾ ഉമ്മരെ പൊന്നോളല്ലേ, മക്കളെ കരയില്ലേ? മക്കളെല്ലാം കാത്തിരുന്ന ഇതിനമ്മ. എല്ലാരും വിചാരിച്ചേക്കുന്ന കൊല്ലും തിന്നോന്നല്ലേ വിചാരിച്ചേ. മക്കളെ മരങ്ങളല്ലേ. മക്കൾ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ട് അത് ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ ഇമ്മ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാരും അങ്ങനെ കണ്ടിട്ടുള്ളത്. അത് ഗെയിമിന്റെ ഭാഗമാണ്. ഗെയിം ഇവിടെ കഴിയുമ്പോ ആ ഗെയിം കഴിഞ്ഞല്ലോ. അത് അത്രേ ഉള്ളു. പക്ഷെ നമുക്കൊരാൾക്ക് ഇപ്പൊ എന്റെ ഒരു ആപത്തിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. നിന്നിട്ടില്ലെന്ന് പറയുന്നില്ല. ആപത്തിൽ നിന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാരും കണ്ടിട്ടുള്ളൂ. നീയും അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ കഴിഞ്ഞത് അത് അവിടെ കഴിഞ്ഞു. ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടു അവിടെ കഴിഞ്ഞു. വല്ലയിടം കൊണ്ട് കാണിച്ച ഇത് നിങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണോ? പല്ലിൻ്റെ ഞങ്ങൾ കണ്ടായിരുന്നു പല്ലിൻ്റെ.
പല്ലൊക്കെ തുടച്ചിട്ടിരിക്കുന്നു. ഇത് ഹീറോയിൻ. അതൊക്കെ തന്നെ. വേറെന്തൊക്കെയോ കിട്ടിയായിരുന്നല്ലോ. വേറെ കിട്ടിയതൊക്കെ തിന്നാനുള്ളതൊക്കെ തിന്നു. മീനച്ചാറൊന്നും തന്നിട്ടുണ്ട്. മീനച്ചാർ ഭയങ്കര ഇഷ്ടം. പൊന്നു ഞാൻ പൊന്നു വരുമ്പോ കൊടുക്കാൻ വേണ്ടി കുറെ സാധനം എടുത്തു വെച്ചിരുന്നു. എന്തുവാ എനിക്കിപ്പോ ദിവസങ്ങളായിട്ട് കിട്ടുന്ന മുട്ടായി കമ്പൂട്ടായി ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് പൊന്നൂന് കൊണ്ട് കൊടുക്കണം. ഇവിടെ വെച്ചാൽ പാറാമ്പ കൊണ്ട് എടുക്കാം. പാറാമ്പ എടുക്കാം. ഇല്ല ഇത് എവിടെയെങ്കിലും വയ്ക്കാൻ സ്ഥലമില്ല. അത്താരെ പോക്കറ്റില് അങ്ങനെ വയ്ക്കാം.